നമസ്കാരം. ലൈവ് at 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മഹാദുരന്തത്തിന് പിന്നാലെ വയനാടിനെ ആശങ്കയിലാക്കി ഭൂമിക്കടിയിൽ മുഴക്കം. കോഴിക്കോട്ടും പാലക്കാടും ചാവക്കാടും പ്രകമ്പനം. അമ്പലവയലിൽ ആശങ്കയോടെ റോഡിൽ സ്കൂളുകൾക്ക് അവധി നൽകി. സംഭവിക്കുന്നുണ്ടെന്ന് അറിയുന്നില്ലല്ലോ. അപ്പൊ തൊഴിലാളികളൊക്കെ എല്ലാവരോടും ഒന്നിച്ച് നിൽക്കാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തി. അപ്പോഴും എല്ലാവരും എന്തോ ഒരു മാനസികാവസ്ഥയിലായിരുന്നു. ഇടിവെട്ടി നല്ല സൗണ്ടായിരുന്നു. 2 പ്രാവശ്യം സൗണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങളും കേട്ടു. ഞങ്ങൾ കേട്ടപ്പോ വലിയൊരു സൗണ്ടാ കേട്ടെ. അപ്പൊ വിചാരിച്ചു എന്താ പറയാ ഈ കൂനിടി എന്ന് പറഞ്ഞ സമ്പ്രദായം അതായിരിക്കും വിചാരിച്ചു. പിന്നീടാണ് പറഞ്ഞേക്കുന്നത്. ഭൂകമ്പമല്ലെന്ന് നാഷണൽ സിസ്മോളജി സെന്റർ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ രാജൻ. പ്രകമ്പനത്തിന്റെ കാരണമറിയാൻ കൂടുതൽ പഠനം ആവശ്യം. മഹാദുരന്തത്തിന്റെ 11ാം നാളിൽ ദുരന്തഭൂമിയിൽ ജനകീയ തെരച്ചിൽ. 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. 6 മേഖലകളിലായി നടത്തിയ തെരച്ചിലിൽ അണിനിരന്നത് അതിജീവിതർ ഉൾപ്പെടെ. തെരച്ചിൽ ഉച്ചയോടെ അവസാനിപ്പിച്ചു. ദുരന്തബാധിതർക്ക് 30 ദിവസത്തേക്ക് അടിയന്തര സഹായം പ്രഖ്യാപിച്ച സർക്കാർ. ദുരന്തത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഹൈക്കോടതി. ദുരന്തഭൂമിയിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നാളെ. പ്രതീക്ഷയോടെ കേരളം. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകും. ദുരന്ത തീവ്രത മനസ്സിലാക്കാൻ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം. ഓണാഘോഷത്തിന് പിന്നാലെ പുലിക്കളിയും ഒഴിവാക്കി. വിനേഷ് ഫോഗട്ടിന് അവകാശപ്പെട്ട മെഡൽ തിരിച്ചു കിട്ടുമോ? ഫോഗട്ടിന്റെ അപ്പീലിൽ വാദം ഉടൻ. അന്താരാഷ്ട്ര കായിക കോടതിയിൽ വിനേഷിനായി ഹരീഷ് സാൽവെ. ഡൽഹി മദ്യനയക്കേസിൽ ആം ആദ്മി പാർട്ടിക്ക് ആശ്വാസം. 17 മാസത്തെ ജയിൽവാസത്തിനൊടുവിൽ മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം. സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് CBI ED കേസുകളിൽ. കൊച്ചിയിൽ കായലിൽ വീണ് കാണാതായ പെൺകുട്ടിക്കായി തെരച്ചിൽ തുടരുന്നു. +2 വിദ്യാർത്ഥിനി ഫിദ കായലിൽ വീണത് രാവിലെ. 200 മീറ്റർ അകലെ കണ്ടെത്തിയെങ്കിലും വീണ്ടും ഒഴുക്കിൽപ്പെട്ടു. കായംകുളം MSM കോളേജ് വനിതാ ഹോസ്റ്റലിൽ ഭീതി പരത്തിയ അജ്ഞാതൻ പിടിയിൽ. ഭീതി പരത്തിയത് 17കാരൻ. പിടിയിലായത് കൊല്ലത്ത് നിന്ന്. വിദ്യാർത്ഥിനികളുടെ പരാതി പോലീസ് അന്വേഷിച്ചത് ന്യൂസ് 18 വാർത്തയെ തുടർന്ന്. വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനം. വൈത്തിരി, ബത്തേരി താലൂക്കുകളിലെ പൊഴുതല, അച്ചൂരാൻ, അമ്പലവയൽ, നെന്മേനിയിലെ പടിപ്പറമ്പ്, അമ്പുകുത്തി, കാരാറ്റപ്പടി, മയിലാടിപ്പടി, ചോലപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇടിവെട്ടുന്നത് പോലെ വലിയ ശബ്ദം കേട്ടുവെന്ന് നാട്ടുകാർ പറയുന്നു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. അമ്പലവയൽ GLP സ്കൂളിന് അവധി നൽകി. വയനാട്ടിൽ അനുഭവപ്പെട്ടത് ഭൂചലനമല്ല എന്ന് നാഷണൽ സിസ്മിക് സെന്റർ അധികൃതർ അറിയിച്ചു. MG മിഥുൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇടയ്ക്കൽ എന്ന പ്രദേശത്താണ്, ഈ ഭാഗത്താണ് രാവിലെ ഒരു 10 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ വലിയ സൗണ്ടോടുകൂടി വലിയ ഒരു പ്രകമ്പനം ഉണ്ടായി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഭീതിയിലാണ്. 10:30 കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങളിവിടെ കഞ്ഞി കുടിച്ചിരിക്കുവായിരുന്നു. ഇവിടെ തൊട്ടടുത്ത് പണിയെടുക്കുന്നുണ്ട്. കുറച്ച് കട്ടയൊക്കെ ഇറക്കാണ്ടായിരുന്നു. അപ്പൊ അത് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴേ പെട്ടെന്നൊരു സൗണ്ട് കേട്ടെ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ കൂണിടിയൊക്കെയാന്നൊക്കെ വിചാരിച്ചു. ഇത് മുഴക്കം വല്ല ഉണ്ടായിരുന്നു സമയത്ത്? അല്ലൊരു മുഴക്കം തന്നെ, ഒരു എന്താ പറയാ, ഒരു ഇടിമുഴക്കം പോലത്തെ ഒരു സൗണ്ട്. അമ്പുകുത്തി എന്ന പ്രദേശത്താണ്. ഇവിടെയാണ് വലിയ രീതിയിൽ പ്രകമ്പനം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഒരു 2 പ്രാവശ്യം ഭയങ്കരമായിട്ടൊരു സൗണ്ട് കേട്ടായിരുന്നു. അപ്പൊ ഞങ്ങള് വിചാരിച്ച ഇടി പൊട്ടിയതോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ അത് അവിടെ ഈ കടയുണ്ട്. ഇവിടെ ആ കടേന്റെ സെറ്ററൊക്കെ അങ്ങനെ ഇളകുന്ന പോലെ കുലുങ്ങി. വീട് ഇവിടെ തന്നെയാണോ? അടുത്ത് തന്നെയാണോ? ഞങ്ങൾ ഇവിടെ തന്നെ. ഞങ്ങൾ ഇവിടെ തൊഴിലുറപ്പ് പണിയെടുക്കുകയാണ്. പണിയെടുക്കുന്ന ആ സമയത്താണ്. പേടിയുണ്ട് ചെറുതായിട്ടൊക്കെ. പിന്നെ വലിയ പേടിയൊന്നും ഇല്ലേനു. പേടിയില്ല. എല്ലാവർക്കും മരിക്കുമ്പോ ഒപ്പം മരിക്കാമല്ലോ. സമീപത്തുള്ള ചില വീടുകളിലൊക്കെ ഇങ്ങനെ ഇത്രയുള്ള ക്രാക്കുകൾ ഉണ്ടായി എന്നുള്ളടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലെ ചെറുതായിട്ടുണ്ടായിരുന്നു. അന്ന് 1 സെക്കൻഡ് പിന്നെ ചെറിയ ചലനം ഉണ്ടായിരുന്നു. അത് 2 വർഷം മുമ്പാണ്. അപ്പൊ അതിന്റെ ഇങ്ങനെ ഇതുപോലെ ഇരിക്കുന്ന പാത്രങ്ങള് ഒന്നിങ്ങനെ ചാടി നിന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു ക്ലബ്ബ് ഉണ്ട്. അപ്പൊ തലേദിവസം ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം അവിടെ നിന്ന് ഞങ്ങൾ വന്ന് പിറ്റേ ദിവസം ക്ലബ്ബ് ഇറക്കാൻ നോക്കുമ്പോ ഈ ചുമര് അതുപോലെ തന്നെ തറ ഒന്നായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു.
അത് അന്ന് പിന്നെ അത് ഇതുപോലെ വയനാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് അത് അത്ര മൈൻഡ് ചെയ്തില്ല. മലയ്ക്ക് കീഴിലാണ് ഈ ഒരു കടയുള്ളത്, ഈ ഭാഗത്ത് ആണ്, ആയതുകൊണ്ടായിരിക്കും ഇത്രയും ഒരു പ്രകമ്പനം ഈ ഒരു കടയ്ക്കുണ്ടായത് എന്നുള്ളതാണ് സമീപവാസികൾ പറയുന്നത്. വീട്ടിലൊരു പിഞ്ഞാണ് ഇങ്ങനെ നിലത്തിയാടി കിടക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ചേട്ടന്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു അല്ലേ? അങ്ങനെ അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ സൗണ്ടിന്റെ സമയത്ത് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു? ഞാനുണ്ടായിരുന്നു. കട തുറക്കാനായ സമയത്താണ്. അപ്പൊ സൗണ്ട് ഇങ്ങനെ ഇടി മുഴക്കുമ്പോലേ കേട്ടുള്ളൂ. അപ്പൊ മൂപ്പർക്കാണ് അവിടെ ഇതിന്റെ മേലെ ഒരു ജെർക്കിങ് ഉണ്ടായിന്ന് പറഞ്ഞു. ഇത് എപ്പോഴായിരുന്നു സംഭവം ഇങ്ങനെ? ഇത് ഒരു 10 മണി സമയമായപ്പോഴാണ് ഞാൻ കടന്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു മോൾ ഭാഗത്തുനിന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ഈ കടന്റെ ഈ ഫ്രണ്ടിലെ ഷീറ്റൊക്കെ ഒന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ജർക്ക് ചെയ്തു. അപ്പൊ ഞാൻ പറ്റി കുരങ്ങന്റെ ശല്യം ഉണ്ട്. അപ്പൊ കുരങ്ങന്തി ഓടിയായിരിക്കും വിചാരിച്ചു. അപ്പൊ കുറെ ശ്രദ്ധിച്ചു നോക്കുമ്പോ പിന്നെ ഒരു അനുഭവം ഉണ്ടായില്ല. അപ്പൊ പേർക്ക് എന്റെ തോന്നലാന്ന് വിചാരിച്ചാൽ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ നോക്കുമ്പോൾ അപ്പൊ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടക്കൽ ഭാഗത്തുനിന്ന് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു മലയുടെ മുകളിൽ ഒരു സൗണ്ട് കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കും അങ്ങനെ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ അവർ സൗണ്ട് കേട്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. എനിക്കിങ്ങനെ ഈ നമ്മൾ ഈ മട്ടിപ്പാറയൊക്കെ ഉപ്പിട്ട് വെടിവെക്കുന്ന സമയത്ത് ഭും എന്നുകൊണ്ട് ഇങ്ങനെ പൊന്തും, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ വെച്ചാൽ വേറെ പാറ ഇറങ്ങി പൊട്ടിക്കുന്നുണ്ടോ അങ്ങനെ എന്താ. അപ്പൊ അവർക്കും അങ്ങനത്തെ ഭയങ്കര സൗണ്ടാ ഫീൽ ചെയ്തത്. അപ്പൊ അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയെന്ന് പറഞ്ഞു. അപ്പൊ അവരെ എന്നെ വിളിച്ചത്. അങ്ങനെ നോക്കും പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഇവിടെയുള്ള ആളുകൾക്ക് മലയുടെ മുകളിൽ നിന്നാണ് ഫീൽ ചെയ്തത്. ഈ ഭാഗത്തുള്ളവർക്ക് അങ്ങ് തൊവരിവല ആ ഭാഗത്തു നിന്നുള്ള പോലെയാണ് അങ്ങോട്ടുള്ളവർക്ക് ഫീൽ ചെയ്തത്. എന്തായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു ഇവിടെ? അല്ല, നമ്മൾ സൗണ്ട് കേട്ടെന്ന് വെച്ചാൽ ഒരു 10 മണിയോട് കൂടിയാണ് നമ്മൾ ഇതൊരു എന്താ പറയാ, നല്ലൊരു മഴക്കാലത്ത് നമ്മൾ നല്ല ഇടിവെട്ടിയൊരു ശബ്ദമേ ഇല്ലേ, അതേപോലെ ഇടിവെട്ടൊരു ശബ്ദം കേട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ പുറത്ത് കാണാം, നല്ല വെയിലുള്ളൊരു ടൈമാണ്, മഴക്കാറില്ല, ഒന്നുമില്ല. എന്താണ് ഇടിവെട്ടി ശബ്ദം പറഞ്ഞ് നോക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നില്ല. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് പിന്നെ എല്ലാവരും വിളി വരുന്നത്. ഇങ്ങനെ ഒരു പ്രതിഭാസം ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞിട്ടാണ്. ഇവിടുത്തെ മെമ്പറാണ്. ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ക്യാമ്പൊന്നും തൽക്കാലത്തേക്ക് തുടങ്ങാൻ പോകുന്നില്ല. ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നുമില്ല. ഇനി മാറി പോകേണ്ടവർക്ക് ബന്ധു വീട്ടിലേക്കൊക്കെ പോകാൻ നമ്മളെ അറിയിച്ചുകൊണ്ട് ആ ഒരു തീരുമാനത്തിലെത്തിയിരിക്കും. അങ്ങനെ തീരുമാനം. ഇതിന്റെ പരിശോധനകൾ നടക്കുന്നേ ഉള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത്. ഉരുൾപൊട്ടലിൽ വളരെയധികം ആളുകൾ മരണപ്പെട്ടു. അങ്ങനെ ഒരു വലിയൊരു ദുരന്തം ഇവിടെ ഉണ്ടായപ്പോൾ ജനങ്ങൾ മുഴുവൻ ഭീതിയിലാണ്. ആ ഭീതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചെറിയ ശബ്ദം അല്ലെങ്കിൽ ഇവിടെ ഒരു ശബ്ദം ഉണ്ടായപ്പോൾ ജനങ്ങളൊക്കെ ആകെ ആശങ്കയായിരിക്കുന്നത്. പേടിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ജനങ്ങളെ അറിയിക്കാറുള്ളത്. ഇവിടെ ഒരു വലിയ ഉഗ്രശബ്ദം കേട്ടു എന്നുള്ളതാണ് പൊതുജനങ്ങൾ പറയുന്നത്. അത് വളരെ ഗൌരവത്തിൽ തന്നെയാണ് കാണുന്നത്. ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ ആശങ്ക ഗൌരവമായി കണ്ട് ഗവൺമെന്റും ഡിസാസ്റ്റർ മാനേജ്മെന്റും ജില്ലാ ഭരണകൂടവും ഭയമുള്ള എല്ലാവരെയും മാറ്റി മറ്റ് ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. നിലവിൽ ഈ സാഹചര്യത്തിൽ ഇവിടെയൊന്നും തന്നെ നേരത്തെ ഇത്തരത്തിൽ പ്രകമ്പനമൊന്നും കേട്ടിട്ടില്ല, അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇല്ല എന്നാണ് പഞ്ചായത്ത് അധികൃതരും ഒപ്പം തന്നെ MLA പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് 2 വർഷം മുമ്പ് സമാനമായ രീതിയിലുള്ള സൗണ്ട് കേട്ടിരുന്നു. ഭൂമികുലുക്കമല്ലെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഉരുൾപൊട്ടൽ ഉണ്ടായാൽ സമീപ പ്രദേശങ്ങളിൽ ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് വിദഗ്ധർ അറിയിച്ചിട്ടുള്ളത്. ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ആധികാരികമായ കൂടുതൽ വിവരങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കണമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. ഒരു ഭൂമികുലുക്കം എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഭൂമികുലുക്കമല്ല എന്ന് NCS പറയുന്നുമുണ്ട്. അപ്പോ നാഷണൽ സീസ്മിക് സെന്ററിന്റെ ഒരു തരത്തിലും അവരുടെ പോർട്ടൽ പരിശോധിച്ചിട്ടും നേരിട്ട് സംസാരിച്ചിട്ടും ഭൂകമ്പമല്ല എന്നാണ് അവരുടെ അഭിപ്രായം. അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടാവുന്ന വിധത്തിൽ അത് വന്നിട്ടുമില്ല. KSEB ഞങ്ങൾ സമീപിച്ചു. അവരുടെ കേന്ദ്ര സ്വീകരണ നിലയങ്ങളിൽ നിന്ന് ലഭിച്ച അനലോഗ് ഡിജിറ്റൽ സിഗ്നലുകൾ അതെല്ലാം പരിശോധിച്ചു. അവിടെയും ഭൂമികുലുക്കം ഉണ്ടായതായി കാണുന്നില്ല. എന്തായാലും സംഭവത്തിന്റെ പ്രത്യേക സ്വഭാവം കണക്കിലെടുത്ത് ഈ വിവരങ്ങൾ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഈ മേഖലയിൽ അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നവര് നോക്കുന്നുമുണ്ട്. പ്രകമ്പനം കേട്ട പ്രദേശങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ സുവി വിശ്വനാഥൻ നൽകും. റിപ്പോർട്ടിലേക്ക്. വയനാടിന്റെ 4 ഇടങ്ങളിലാണ് പ്രധാനമായും ഈ ഒരു പ്രകമ്പനം അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും ശബ്ദവും കേട്ടത്. രാവിലെ 10:10 സംഭവം. വൈത്തിരി, അതുപോലെ അമ്പലവയൽ, നെന്മേനി, വടുവഞ്ചാൽ തുടങ്ങി ഇടയ്ക്കൽ കേവ്സ് ഈ ഭാഗങ്ങളിലാണ് പ്രകമ്പനവും ഒപ്പം തന്നെ മുഴക്കവും കേട്ടത്. ഈ വൈത്തിരി എന്ന് പറയുന്നിടത്ത് വൈത്തിരി താലൂക്കിൽ പൊഴുതന വില്ലേജിലാണ് ഈ ഇടിമുഴക്കവും ശബ്ദവും കേട്ടത്. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഈ ജിയോളജിക്കൽ സർവേയിലേക്കും മറ്റും ഫോൺ വന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം നാട്ടുകാരെ ഈ പ്രദേശത്ത് നിന്ന് ഒഴിച്ചു മാറ്റി നിർത്തിയിരിക്കുകയാണ്. അമ്പലവയലിലും ഇതേ സമയത്ത് തന്നെ രാവിലെ 10:10 തന്നെ ഒരു പ്രകമ്പനം ഉണ്ടാവുകയും ഇടിമുഴക്കത്തോടു കൂടിയ
ശബ്ദം കേൾക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ പ്രദേശത്ത് മാത്രം ഏതാണ്ട് 8,000-ഓളം ആളുകൾ തിങ്ങി പാർക്കുന്ന മേഖലയാണ്. അവിടെ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നു. എടക്കൽ ഗുഹയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലും ഇത്തരത്തിൽ പ്രകമ്പനം ഉണ്ടായി എന്നാണ് പറയുന്നത്. നെന്മേനി പഞ്ചായത്തിൽ പോലും ഇത്തരത്തിൽ ഇടിമുഴക്കവും ശബ്ദവും ഉണ്ടായി. വടുവഞ്ചാൽ എന്ന് പറയുന്ന പ്രദേശത്തും. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായതിന് ഏതാണ്ട് ചുറ്റുവട്ടം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ ഒരു മുഴക്കവും അതുപോലെ തന്നെ ശബ്ദവും കേട്ടത്. ഇവിടെ നിന്ന് ഏതാണ്ട് 25 കിലോമീറ്ററാണ് അമ്പലവയലിലേക്കുള്ളത്. ഏതാണ്ട് 28 കിലോമീറ്ററോളമാണ് വൈത്തിരിയിലേക്കുള്ളത്. ഈ സമീപ പ്രദേശത്ത് തന്നെ വീണ്ടും ഇത്തരത്തിൽ ഒരു ഭൂമികുലുക്കത്തിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രകമ്പനം ഉണ്ടാവുകയും ഭൂമിക്ക് അടിയിൽ നിന്ന് മുഴക്കവും ശബ്ദവും കേൾക്കുക എന്ന് പറഞ്ഞതും നാട്ടുകാരെ വലിയ തോതിൽ തന്നെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട്. പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകളെ ഒഴിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ജിയോളജി ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഇത് സംബന്ധിച്ച് എന്താണ് നടന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. 2 സ്കൂളുകൾക്കാണ് അവധി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആളുകളെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലും ഭൂമിക്കടിയിൽ നിന്നും ശബ്ദം കേട്ടതായി നാട്ടുകാർ. കൂടരഞ്ഞി, കാരശ്ശേരി പഞ്ചായത്തുകളിലും മുക്കം നഗരസഭയിലെ മണാശ്ശേരിയിലെ വിവിധ സ്ഥലങ്ങളിലുമാണ് ശബ്ദം കേട്ടത്. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്ത് ചെറിയ ഭൂചലനം അനുഭവപ്പെട്ടതായി ഇവിടുത്തെ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന്, കൂടാതെ ഞങ്ങൾ ന്യൂസിൽ കണ്ടിട്ടാണ് വരുന്നത്. ഇവിടെ സ്ഥലം സന്ദർശിച്ചു. പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല. കളക്ടറേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജില്ലാ കളക്ടറൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്യൂസ് എന്നാണെങ്കിൽ ലാൻഡിൽ ക്രാക്കോ അങ്ങനെയുള്ള ഈ ലാൻഡ് സ്ലൈഡിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ഈ ഒരു അറിവാണ്. അത് ശബ്ദം കേട്ടിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവർ അനുഭവപ്പെട്ട ആളുകളോട് സംസാരിച്ചപ്പോൾ ചെറുതായിട്ട് ഒരു ഷേക്ക്, വീടൊന്നൊരു ഷേക്കായി ജനലൊക്കെ ഇളകി ജർക്കിങ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്നു. വേറെ ഇഷ്യൂസ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. വേറെ അവരെ ലോക്കൽ പബ്ലിക്കിൻ്റെ ഗ്രൂപ്പിൽ ഇതേപോലെ ഒരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു. പലർക്കും അനുഭവപ്പെട്ടു എന്നുള്ള ഒരു അറിവാണ് ഉണ്ടായത്. ആ വിവരം നമ്മൾ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് മുക്കത്ത് കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള കിണർ ഇടിഞ്ഞു താഴ്ന്നു. മുക്കം നഗരസഭയിലെ വെണ്ണക്കോട് പ്രവർത്തിക്കുന്ന MTS കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള കിണറാണ് ഇടിഞ്ഞത്. ഇന്ന് രാവിലെ 8 മണിയോടെ കിണറ്റിൽ നിന്നും വലിയ ശബ്ദമുണ്ടാവുകയും തുടർന്ന് കിണർ അല്പാൽപമായി ഇടിയുകയുമായിരുന്നു. മുക്കം നഗരസഭാ ചെയർമാൻ സ്ഥലം സന്ദർശിച്ചു. രാവിലെ മുക്കം മണാശ്ശേരിയിൽ ഭൂമിക്കടിയിൽ നിന്നും പ്രകമ്പനമുണ്ടായി എന്ന് നാട്ടുകാർ പറഞ്ഞ സാഹചര്യത്തിൽ കിണർ ഇടിഞ്ഞത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിച്ചെന്ന് നഗരസഭാ ചെയർമാൻ PT ബാബു പറഞ്ഞു. രാവിലെ കുട്ടികൾ ഇവിടുന്ന് അലക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ കിണറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് അവരിങ്ങനെ കേട്ടു. സൗണ്ട് കേട്ട് അവർ കിണറിൻ്റെ അടുത്തേക്ക് പോയി നോക്കുന്ന അവസരത്തിൽ അല്പാൽപ്പായിട്ട് അങ്ങനെ തുണ്ടായിട്ട് വീണുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. പിന്നെ ഞങ്ങളൊക്കെ വിവരം അറിയിച്ചു. ഞങ്ങളെല്ലാം കൂടെ എത്തിയതോടുകൂടെ ആ വീഴ്ച അങ്ങനെ കഷ്ണം കല്ലുകളായിട്ട് വീണ് ഫുള്ളായിട്ടായിട്ട് വീണ്. നേരത്തെ രാവിലെ ഇവിടെ മണാശ്ശേരി പ്രദേശത്തൊക്കെ ഭൂമി കുലുക്കത്തിൻ്റെ ഒരു ഭാഗം എന്തുകൊണ്ടെന്ന് വാർത്തകൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതന്വേഷിച്ചിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം അതോറിറ്റിയിലും വിവരം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിവരം കിട്ടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് നോക്കിയതാണ്. അപ്പോൾ ഇത് ഇവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ചാവക്കാട് തിരുവത്ര പുതിയറയിൽ ഭൂമിക്കടിയിൽ നിന്നും വൻ ശബ്ദം കേട്ടു. കെട്ടിടങ്ങൾക്ക് വിള്ളലും സംഭവിച്ചു. ഉച്ചയ്ക്ക് ശേഷം 3:15 ഇവിടെ ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദം കേട്ടത്. തിരുവത്ര പുതിയറ പള്ളിക്ക് പുറകിലെ RC ക്വാർട്ടേഴ്സ്, താഴത്ത് സലാം ക്വാർട്ടേഴ്സ് എന്നീ കെട്ടിടങ്ങൾക്കാണ് വിള്ളലുണ്ടായത്. അതിജീവന പാതയിൽ വയനാട്.
വയനാട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ട 4 പേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തി 6 മേഖലകളിലായി നടത്തിയ ജനകീയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ദുരന്തബാധിത മേഖലകളിലെ ഇന്നത്തെ തെരച്ചിൽ 12 മണിയോടുകൂടി അവസാനിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് തെരച്ചിൽ നേരത്തെ അവസാനിപ്പിച്ചത്. കേന്ദ്ര ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ 131 പേർക്ക് വേണ്ടിയുള്ള ജനകീയ തെരച്ചിലാണ് ഇന്ന് രാവിലെ 6 മണി മുതൽ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളിൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നത്. NDRFനും അതോടൊപ്പം അഗ്നിശമന സേനയ്ക്കും അതോടൊപ്പം പോലീസിനും ഒപ്പം ചേർന്നാണ് നാട്ടുകാരും, അതായത് ഈ ദുരന്തം നേരിട്ട് സകലതും തകർത്തെറിഞ്ഞ പ്രദേശവാസികളായ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലകളിൽ തെരച്ചിൽ വ്യാപകമായി തന്നെ നടത്തിയത്. അതായത് ഈ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവർ തെരച്ചിലിൽ പങ്കെടുത്താൽ അത് ഉദ്യോഗസ്ഥർക്ക് ഈ സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഏറെ സഹായകരമാകും എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി പൊതുജനങ്ങളെ കൂടി പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തുക എന്നൊരു നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതും സ്വാഭാവികമായി 8 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ മുഴുവൻ ചെറിയ സംഘങ്ങളായി തിരിഞ്ഞ് NDRF ഉദ്യോഗസ്ഥരുടെയും അഗ്നിശമന സേന ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും ഒപ്പം സഹായികളായി, അല്ലെങ്കിൽ അവർക്ക് അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുന്ന തരത്തിലാണ് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരും പ്രദേശവാസികളും ഈ തെരച്ചിലിന്റെ ഭാഗമായിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ 5 മണിക്കൂർ മാത്രമായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. ഈ തെരച്ചിൽ, അതായത് ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്തിയാൽ അത് കൂടുതൽ സ്ഥലങ്ങളെക്കുറിച്ചും വീടുകളുണ്ടായിരുന്ന പ്രദേശങ്ങളെക്കുറിച്ചും വ്യക്തമായ ഒരു ബോധ്യം വരുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച രാവിലെ മുതൽ സമാനമായ തരത്തിൽ വ്യാപകമായ തെരച്ചിൽ ദുരന്തബാധിത മേഖലകളിൽ മുഴുവൻ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതിയും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുണ്ടായിരിക്കുന്ന ഈ ദുരന്തത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച കണക്കെടുപ്പും റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രദേശവാസികളെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തിരച്ചിൽ നടത്തുന്നതിലൂടെ കാണാതായിരിക്കുന്ന ആളുകളുടെ എണ്ണം സംബന്ധിച്ചടക്കം വ്യക്തമായ സൂചനകൾ ലഭിക്കുമെന്ന് തന്നെയാണ് സർക്കാരിന്റെയും പ്രതീക്ഷ. ദുരന്തമുണ്ടായി 11 ദിവസം പിന്നിടുമ്പോഴും ഇപ്പോഴും 131 പേർ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. പുഞ്ചിരിമട്ടം അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് കാണാതായവരിൽ ഏറെയും എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായ തെരച്ചിൽ പുരോഗമിക്കുന്നതും. ക്യാമറമാൻ പ്രജിത് കാങ്ങോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഭൂമിക്കടിയിൽ മുഴക്കം കേട്ടെന്ന ആശങ്കയിൽ ജില്ലാ ഭരണകൂടം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ വിവരങ്ങൾ ധരിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് കനത്ത സുരക്ഷയിലാണ് വയനാട്. കൽപ്പറ്റയും മേപ്പാടിയും പോലീസ് വലയത്തിലാണ്. SPGയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്ക് മോക്ക് ഡ്രിൽ നടത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് വലിയ തരത്തിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളാണ് വയനാട്ടിലെങ്ങും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റയിൽ നിന്ന് ബെയ്ലി പാലത്തിന് സമീപത്തേക്ക്, ചൂരൽമലയിലെ ബെയ്ലി പാലത്തിന് സമീപത്തേക്ക് വലിയ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് മോക്ക് ഡ്രില്ല് പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അതായത് ആശങ്കയുണർത്തുന്ന തരത്തിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം കേട്ടു എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും അദ്ദേഹം രാവിലെ 11:30 കൽപ്പറ്റയിൽ എത്തിയതിന് ശേഷമായിരിക്കും അവിടെ നിന്ന് വ്യോമമാർഗം ഈ നിരീക്ഷണം നടത്തുക. ദുരന്തമുണ്ടായ എല്ലാ സ്ഥലങ്ങളിലും വ്യോമ നിരീക്ഷണം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. ഇത് സംബന്ധിച്ച SPG പ്രത്യേകമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. ആ പരിശോധനകൾ കൂടി പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും അന്തിമമായ ഒരു തീരുമാനം അത് സംബന്ധിച്ച് എടുക്കുക എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും മേപ്പാടി മിംസ് ആശുപത്രിയിലേക്ക് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ കാണുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി എത്തുമെന്ന വിവരം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. അതോടൊപ്പം 2 ദുരിതാശ്വാസ ക്യാമ്പുകളും അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ചാർട്ട് തയ്യാറാക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ആശങ്കയുണർത്തുന്ന തരത്തിൽ ഈ
അമ്പലവയലിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം കേട്ടുവെന്ന വിവരം പുറത്തുവരുന്നത്. ആ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗൌരവതരമായ സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ടോ എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ജില്ലാ ഭരണകൂടത്തോട് അടക്കം വിശദീകരണം തേടിയിട്ടുണ്ട്. സ്വാഭാവികമായി ആ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ബെയിലി പാലത്തിന് സമീപം ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിശദമായ പരിശോധനകൾ നടന്നത്. ആ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം ബെയിലി പാലത്തിന് സമീപത്ത് നിന്ന് കൽപ്പറ്റയിലേക്ക് SPG സംഘം നയിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് ബെയിലി പാലത്തിന് സമീപത്ത് ഇപ്പോൾ ഉള്ളത്. വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി കേന്ദ്ര സംഘത്തിന് ബോധ്യപ്പെട്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അടിയന്തര പുനർനിർമ്മാണത്തിന് കേന്ദ്രത്തോട് 2000 കോടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. താൽക്കാലിക പുനരധിവാസം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് കേന്ദ്ര സംഘം വന്നു, നിങ്ങൾക്കൊക്കെ അറിയാം. കേന്ദ്ര സംഘമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. അവര് പിന്നെ സ്ഥലങ്ങൾ മുഴുവൻ സന്ദർശിച്ചു. ഇവിടെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിന്റെ ആഴവും വ്യാപ്തിയും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ദുരന്തബാധിത മേഖലയുടെ അടിയന്തര പുനർനിർമ്മാണത്തിന് റീകൺസ്ട്രക്ഷൻ കോസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡർബീസ് ക്ലീനിംഗ്, ദുരന്തമേഖലയിലെ മണ്ണും ചളിയും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ 90 ദിവസമെങ്കിലും വേണം. അതിനും പ്രത്യേക സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരച്ചിൽ എത്ര ദിവസം തുടരണമെന്നുള്ളത് ഇപ്പോ അതിലൊരു കൃത്യത നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും നടത്തും എന്നുള്ളത് അവരെ അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ അത് ഇനിയും തുടരേണ്ടതായിട്ടുണ്ട്, നമുക്കറിയാം. അതും അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാറ്റുവിറ്റസ് റിലീഫ്, അതായത് ദുരന്ത മേഖലയിലെ ആളുകൾക്ക് അടിയന്തര സമാശ്വാസമായ ഒരു തുക അനുവദിക്കപ്പെടേണ്ടതുണ്ട്. അത് അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽ കേന്ദ്രം പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാൻ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നു. ദുരന്തബാധിതരുടെ പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിനായി പ്രതിപക്ഷം സർക്കാരിന് പദ്ധതി സമർപ്പിക്കും. രക്ഷാദൌത്യത്തിലടക്കം സർക്കാരുമായി യോജിച്ച് തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ടു പോകുന്നതെന്നും VD സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് നാളെ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുകയാണ്. പ്രതിപക്ഷം ഏത് തരത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ഒരു ആവശ്യം? പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോ ഒരു അന്താരാഷ്ട്ര കൺവെൻഷൻ അനുസരിച്ചിട്ട് ഒരു L4 ലെവലിലുള്ള ഒരു വലിയ ദുരന്തമാണ്. അതിന് വേണ്ടത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായമാണ്. കേന്ദ്ര ഗവൺമെന്റ് സാധാരണ കൊടുക്കുന്ന DRF കൂടാതെ ഒരു സ്പെഷ്യൽ ഫിനാൻഷ്യൽ പാക്കേജ് വയനാടിന് വേണ്ടി നൽകണം. അപ്പോൾ ആദ്യത്തെ ഘട്ടം പുനരധിവാസമാണ് ഈ ഇരകളെ. രണ്ടാമത്തെ ഘട്ടം ഈ ലൊക്കേഷനിൽ തന്നെ വീണ്ടും അപകട സാധ്യതയിൽ കഴിയുന്ന സാധാരണ മനുഷ്യരുണ്ട്, അവരെ കൂടി റീലൊക്കേറ്റ് ചെയ്യണം. 2 ഘട്ടത്തിലുള്ള പുനരധിവാസം വേണം. 3 ഓരോ ഫാമിലിക്കും പ്രത്യേകമായ ഫാമിലി പാക്കേജ് വേണം. കുട്ടികൾ, അനാഥരായവർ, പ്രായമായവർ മാത്രമായത്, വരുമാനം നഷ്ടപ്പെട്ട ആളുകൾ. അപ്പോൾ ഓരോ കുടുംബത്തിനും ഓരോ ഫാമിലി പാക്കേജ് പോലെ ചെയ്യണം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇനി ഇത്തരം ദുരന്തം ഉണ്ടാകാൻ പാടില്ല. പെട്ടിമല, പുത്തുമല, കവളപ്പാറ, മുണ്ടകൈ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള ഒരു പക്ക വാർണിംഗ് സിസ്റ്റം നമുക്കുണ്ടാകണം. ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടികളെ എങ്ങനെയാണ് പ്രതിപക്ഷം നോക്കി? ഞങ്ങൾ അതിനോട് പൂർണ്ണമായി സഹകരിക്കുകയല്ലേ. ഞങ്ങൾ ഇന്നലെ ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗവും സർക്കാരുമായി പൂർണ്ണമായി സഹകരിച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ 100 വീടുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ടൗൺഷിപ്പാക്കി ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് ഉണ്ടാകുന്ന രീതിയിൽ ഒരു വീടിന് 4 ലക്ഷമല്ല 8 ലക്ഷം രൂപയാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നല്ല വീടുണ്ടാക്കി നല്ല രീതിയിൽ പുനരുദ്ധരിപ്പിക്കുക. പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പല സ്ഥലത്തും പഠിക്കുന്നുണ്ട് കുട്ടികൾ. അതൊക്കെ ഞങ്ങൾ കുറേ കാര്യങ്ങളിൽ ഞങ്ങൾ സഹായിക്കാം. ഏതെല്ലാം തരത്തിൽ സഹായിക്കാൻ പറ്റും ആ രീതിയിലെല്ലാം സഹായിക്കും. പക്ഷേ ഇത് വരാതെ നോക്കുക. ഇത് കേരളം അപകടത്തിലാണ്. ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ വീണ്ടും ഭൂകമ്പം ഉണ്ടായെന്ന് പറയുന്നു, കള്ളക്കടൽ പ്രതിഭാസം കാണുന്നു. അപ്പൊ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു വാർണിംഗ് സിസ്റ്റം ഉണ്ടാകണം. അത് കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അവരുടെ വിവിധ ശാസ്ത്ര സ്ഥാപനങ്ങൾ, ഡിപ്പാർട്ട്മെന്റുകൾ ഏകോപനം ഉണ്ടാകണം. റെയിൻ ഗേജിംഗ്, സോയിൽ പരിശോധന പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇത് ഡാറ്റ അനലൈസ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി പെട്ടെന്ന് വാർണിംഗ് കൊടുക്കാനും ഇവാക്യുവേഷൻ പ്ലാൻ ഉണ്ടാകണം. അതിന് ടെമ്പററി ഷെൽട്ടറുകൾ ഉണ്ടാകണം. ഇപ്പം ഇവിടെ തന്നെ പലർക്കും വാടകയ്ക്ക് വീട് കിട്ടാനില്ല. ഞങ്ങൾ തയ്യാറാണെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ടെമ്പററി ഷെൽട്ടറുകൾ നാഷണൽ ഏജൻസികളെ കൊണ്ടുവന്ന് ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. കാരണം ഒരു റൂമും ഒരു കിച്ചണും
പൊതു ടോയ്ലറ്റുകളൊക്കെ എല്ലാം ഉള്ള ടെമ്പററി ഷെൽട്ടർ അറേഞ്ച് ചെയ്യുക, വാടക വീടില്ലെങ്കിൽ. സർക്കാർ അങ്ങനെ ഒരു കൂടിയാലോചന നടത്തുന്നുണ്ടോ? എങ്ങനെ വേണം പുനരധിവാസം എന്ന കാര്യത്തിൽ? സംസാരിച്ചിട്ടില്ല. ഞങ്ങളുടേതായ ഒരു കോംപ്രഹെൻസീവ് പ്ലാൻ ഞങ്ങൾ സർക്കാരിന് സമർപ്പിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നിരന്തരമായി 2021 മുതൽ പറയാണ്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന കാരണം കാണാതെ പോകരുത്. ഗവൺമെന്റ് കാണാതെ പോയാൽ അപകടമാണ്. ഈ സംഭവത്തിന് മുമ്പ് 2 ആഴ്ച മുമ്പ് നിയമസഭയിലും അവസാനം ഞാൻ സംസാരിച്ചപ്പോഴും പറഞ്ഞു ക്ലൈമറ്റ് ചേഞ്ച് കാണാതെ പോകരുത്, അപകടമാണ് എന്ന് പറഞ്ഞു. അത് ഗൗരവത്തോടുകൂടി കൈകാര്യം. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന എല്ലാ പുനരധിവാസ നടപടികളോടും പ്രതിപക്ഷത്തിന്റെ പൂർണ്ണമായ പിന്തുണയുണ്ടാകും. പക്ഷേ കോംപ്രഹെൻസീവായ ഒരു പ്ലാൻ അത് പ്രതിപക്ഷം തയ്യാറാക്കും. ആ പ്ലാൻ തയ്യാറാക്കുന്നത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ എങ്ങനെ വേണം എന്ന കാര്യത്തിൽ സർക്കാരിന് സമാന്തരമായൊരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. അത് വൈകാതെ തന്നെ സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ന്യൂസ് 18നോട് പ്രതികരിച്ചിരിക്കുന്നത്. വയനാട് പുനരധിവാസ പദ്ധതി പ്രതിപക്ഷവുമായി കൂടിയാലോചിച്ച് വേണം തയ്യാറാക്കാനെന്നും പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കണമെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പുനരധിവാസ പാക്കേജിൽ വ്യക്തതയുണ്ടാകണം. പുത്തുമലയിലും കവളപ്പാറയിലും ഉണ്ടായത് ആവർത്തിക്കാൻ പാടില്ല. പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സഹകരണമുണ്ടെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 വീട് കേരളത്തിലെ പാർട്ടി തന്നെ മുൻകൈയെടുത്ത് നടപ്പിലാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ ഇരയായവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം നൽകും. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്തബാധിതരായവർക്കാണ് സഹായം ലഭിക്കുക. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് 300 രൂപ വീതം ദിവസവും നൽകും. ഒരു കുടുംബത്തിലെ 2 വ്യക്തികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. കിടപ്പു രോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം കുടുംബത്തിൽ 3 പേർക്ക് എന്ന നിലയിൽ നൽകും. 30 ദിവസത്തേക്കാണ് ഈ തുക നൽകുക. ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി 10,000 രൂപ വീതം അനുവദിക്കും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഹൈക്കോടതി. സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ച കോടതി ഓരോ ജില്ലയിലും പാരിസ്ഥിതിക പഠനം വേണമെന്ന് പറഞ്ഞു. ക്വാറികൾക്കും മറ്റും അനുമതി നൽകേണ്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലാകണം. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ കണ്ടെത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നയങ്ങൾ മാറുകയും വേണം. പരിസ്ഥിതി ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം വേണം. വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനം വേണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെയും ഉൾപ്പെടെ കേസിൽ കക്ഷി ചേർത്തു. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് എല്ലാ വെള്ളിയാഴ്ചയും പരിഗണിക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ ഇത്തവണ ഓണത്തിന് പുലികളിയില്ല. കുമ്മാട്ടിക്കളിയും ഡിവിഷൻ തല ഓണാഘോഷവും ഒഴിവാക്കി. സെപ്റ്റംബർ 18-നായിരുന്നു പുലികളി നടക്കേണ്ടിയിരുന്നത്. 16, 17 തീയതികളിലായിരുന്നു കുമ്മാട്ടിക്കളി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷം വേണ്ടെന്നാണ് ഇന്ന് ചേർന്ന തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചത്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വയനാട്ടിലെ ക്യാമ്പിലെത്തി സൌജന്യമായി മൊബൈൽ ഫോണുകൾ നൽകിയ ചെങ്ങായിസ് വണ്ടൂർ എന്ന സംഘം അവിടെ സേവനങ്ങൾ തുടരുകയാണ്. ക്യാമ്പിലെ കൊച്ചുകുട്ടികൾ നെയ്ച്ചോറ് കഴിക്കണമെന്ന ആഗ്രഹം ഇവരോട് പങ്കുവച്ചപ്പോൾ അതും ഇത്തവണ ചെങ്ങായിസ് അവിടെ ഒരുക്കി നൽകി. കേരളം വയനാടിനൊപ്പം നിൽക്കുകയാണ്. ഓരോ ദിവസവും ക്യാമ്പുകളിലേക്ക് സഹായ സഹകരണങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൗജന്യമായി മൊബൈൽ ഫോണുകൾ നൽകാൻ പോയതായിരുന്നു ചെങ്ങായിസ് വണ്ടൂർ കൂട്ടായ്മ. ക്യാമ്പിലെ കുട്ടികളാണ് നെയ്ച്ചോറും കോഴിയിറച്ചിയും കിട്ടുമോ എന്നൊരാഗ്രഹം കൂട്ടായ്മയിലെ സിറാജിനോട് അന്വേഷിച്ചത്. സിറാജ് സുഹൃത്തായ KT അഞ്ജുമിന്റെ സഹായത്തോടെ 2 ക്യാമ്പുകളിലുള്ള 600ഓളം പേർക്ക് അരിയും കോഴിയും അതിനുവേണ്ട മറ്റ് സാധനങ്ങളും എത്തിച്ചു നൽകി. പലതവണ ക്യാമ്പുകളിൽ പോയി സഹായങ്ങൾ എത്തിച്ചതോടെ അവിടെ നിന്ന് നിരവധി പേരാണ് വിവിധ ആവശ്യങ്ങളുമായി സിറാജിനെ ബന്ധപ്പെടുന്നത്. ക്യാമ്പിൽ നിന്ന് ആവശ്യപ്പെട്ട പ്രകാരം 30 പർദ്ദയും എത്തിച്ചിരുന്നു. ഫോണിന്റെ ആവശ്യവും മറ്റും പറഞ്ഞ് വിളിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ്. തുടർന്നും തങ്ങളാൽ കഴിയുന്ന സഹായം തുടരാനാണ് സിറാജിന്റെയും അഞ്ജുമിന്റെയും ചെങ്ങായിസിന്റെയും തീരുമാനം. ന്യൂസ് 18 മലപ്പുറം. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിൽ സഭയുടെ നിലപാട് തെറ്റായി പോയി എന്ന് തോന്നുന്നില്ല എന്ന് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. കർഷകർ കൃഷി ചെയ്തതുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന കാഴ്ചപ്പാട് പ്രശ്നത്തെ നിസാരവൽക്കരിക്കുന്നതാണ്. കേരളത്തിന്റെ സാമൂഹിക അവസ്ഥ പരിഗണിക്കാതെയുള്ളതാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. വയനാട് ദുരന്തത്തെ സർക്കാർ ഇടപെടലിൽ സഭയ്ക്ക് സംതൃപ്തിയാണെന്നും സുരക്ഷിതമായി പുനരധിവാസം നൽകണമെന്നും ജോസഫ് പാംപ്ലാനി ആവശ്യപ്പെട്ടു. വിനേഷിന്റെ അപ്പീൽ കോടതി.
ഒളിമ്പിക്സ് വെള്ളി മെഡൽ പങ്കിടണമെന്നാവശ്യപ്പെട്ട് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നൽകിയ ഹർജിയിൽ കായിക തർക്ക പരിഹാര കോടതി അല്പസമയത്തിനകം വാദം കേൾക്കും. വിനേഷിനായി അഭിഭാഷകൻ ഹരീഷ് സാൽവെ ഓൺലൈനായി ഹാജരായേക്കും. അതേസമയം വിനേഷിന് വെള്ളി മെഡലിന് അർഹതയുണ്ടെന്ന് സച്ചിൻ തെണ്ടുൽക്കർ എക്സിൽ കുറിച്ചു. ഡൽഹി മദ്യനയ കേസിൽ ആം ആദ്മി പാർട്ടി നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം. സിബിഐ ED കേസുകളിലാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത്. 17 മാസത്തിന് ശേഷമാണ് സിസോദിയയ്ക്ക് ജാമ്യം ലഭിച്ചത്. 17 മാസമായി ജയിലിൽ കഴിയുന്ന ഒരാളുടെ വിചാരണ ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും വേഗത്തിൽ വിചാരണ നടത്തണമെന്ന പൌരന്റെ അവകാശം ലംഘിക്കുകയാണെന്നും കോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസ് BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. സിസോദിയ 2 ലക്ഷം രൂപ കെട്ടിവെക്കണം. പാസ്പോർട്ട് സറണ്ടർ ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു. നീറ്റ് PG പരീക്ഷയിൽ മാറ്റമില്ല. ഹർജി സുപ്രീംകോടതി തള്ളി. 2 ലക്ഷം പേരുടെ ഭാവി അപകടത്തിലാക്കാനാവില്ല എന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഇതോടെ ഞായറാഴ്ച തന്നെ പരീക്ഷ നടക്കും. പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചതിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. പലർക്കും വളരെ ദൂരെയുള്ള നഗരങ്ങളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചതെന്നും എത്തിച്ചേരാൻ പ്രയാസമാണെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. പരീക്ഷയിലെ ക്രമക്കേടുകൾ തടയുന്നതിന് വേണ്ടിയാണ് പരീക്ഷാ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പ് ചെറിയ സമയത്തിനുള്ളിൽ മാത്രം നൽകിയതെന്നാണ് NBEMS സുപ്രീംകോടതിയിൽ അറിയിച്ചത്. ഈ വാദം അംഗീകരിച്ച കോടതി പരീക്ഷ മാറ്റിവെക്കണമെന്ന ഹർജി തള്ളും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ദീർഘകാലം ഇന്ത്യയിൽ തുടർന്നേക്കും. സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN News 18 റിപ്പോർട്ട് ചെയ്തതാണ് ഇത്. രാജ്യത്തെ വിസ നിയമങ്ങൾക്കനുസൃതമായിട്ടായിരിക്കും ഷെയ്ഖ് ഹസീനയുടെ താമസം. രാജ്യത്തെ അഭയം തേടുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക നിയമങ്ങളില്ല എന്നും CNN News 18 റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം രൂക്ഷമാവുകയാണ്. മോഹൻലാലിനെതിരെ അധിക്ഷേപം നടത്തിയ യൂട്യൂബർ ചെകുത്താൻ എന്ന അജി അലക്സ് കസ്റ്റഡിയിൽ. വയനാട്ടിലെ ദുരന്തഭൂമി സന്ദർശിച്ചതോടെയായിരുന്നു ഇയാൾ മോഹൻലാലിനെതിരെ അധിക്ഷേപം നടത്തിയത്. അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖിന്റെ പരാതിയിൽ തിരുവല്ല സ്വദേശി അജു അലക്സിനെതിരെ ഇന്നലെ കേസെടുത്തിരുന്നു. പിന്നാലെ ഇയാൾ ഒളിവിലായിരുന്നു. ആലപ്പുഴയിൽ സ്കൂൾ വിദ്യാർത്ഥി തോക്ക് ഉപയോഗിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു പോലീസ്. ഇരവുകാട് സ്വദേശി ധനേഷാണ് തോക്കിന്റെ ഉടമ. 2 വർഷം മുൻപ് എറണാകുളത്ത് നിന്നാണ് തോക്ക് വാങ്ങിയതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി. പക്ഷികളെ വെടിവെക്കാനാണ് തോക്ക് വാങ്ങിയതെന്ന മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. വിദ്യാർത്ഥിയുടെ സുഹൃത്തിന്റെ അമ്മാവനായ ധനേഷ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ആലപ്പുഴ നഗരത്തിലെ നഗരമധ്യത്തിലെ സർക്കാർ സ്കൂളിന് മുന്നിൽ വെച്ച് സഹപാഠിയെ തോക്കു ചൂണ്ടി വിദ്യാർത്ഥി ഭയപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ നിർണായകമായ കാര്യങ്ങളാണ് പോലീസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ തോക്ക് വിദ്യാർത്ഥിക്ക് ലഭിച്ചത് ഒരു സുഹൃത്തിന്റെ ബന്ധുവിൽ നിന്നാണ് എന്നുള്ള സ്ഥിരീകരണം ഇന്നലെ പോലീസ് നടത്തിയിരുന്നു. ധനേഷ് എന്ന ഇരവുകാട് സ്വദേശിയുടെ കയ്യിലാണ് ഈ തോക്ക് ഉണ്ടായിരുന്നെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ധനേഷ് 2022 കൊച്ചിയിൽ നിന്നാണ് ഈ തോക്ക് വാങ്ങിയതെന്ന് പോലീസിന് അവിടെ സമ്മതിച്ചിട്ടുണ്ട്. തോക്കിന്റെ രേഖകൾ അടക്കം ഇയാൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഈ എയർ പിസ്റ്റൾ ഇയാൾ എന്തിനാണ് വാങ്ങിയത് എന്നുള്ള പോലീസിനോട് വിശദീകരിച്ചിട്ടുള്ളത് പക്ഷികളെ വെടിവെക്കുന്നതിന് വേണ്ടിയാണ് താൻ അത് വാങ്ങിയത് എന്നുള്ളതാണ്. പോലീസ് ഇത് പക്ഷേ ഈ മൊഴിയെ മുഖവിലേക്ക് എടുക്കുന്നില്ല. മറിച്ച് ഇത് സംബന്ധിച്ച് തോക്കിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് അവർ നീങ്ങുകയാണ്. കാരണം ഈ ധനേഷുമായി ബന്ധപ്പെട്ട ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. 6 ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ധനേഷ് എന്നുള്ള വിവരമാണ് പോലീസ് ഇപ്പോൾ കൈമാറുന്നത്. ഒരാഴ്ച മുമ്പ്, അതായത് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്. ഈ ചൊവ്വാഴ്ചയല്ല ഈ കുട്ടി തോക്ക് കൈക്കലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതായത് ഒരാഴ്ച മുമ്പ് തന്നെ ഈ കുട്ടിയുടെ കയ്യിലേക്ക് ഈ തോക്ക് വന്നിട്ടുണ്ട്. ഈ തോക്ക് ബോധപൂർവം കുട്ടിക്ക് നൽകിയതാണോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ എയർ പിസ്റ്റൾ ഇത്തരത്തിൽ പക്ഷിയെ വെടിവെക്കുന്നതിന് വേണ്ടിയാണോ ഈ ധനേഷ് കൈവശം വെച്ചിരുന്നത്, അതോ മറ്റേതെങ്കിലും രീതിയിൽ ഇത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കും. വരും ദിവസങ്ങളിൽ അതുമായി തുടരന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് സൗത്ത് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഈ വിദ്യാർത്ഥിയുടെ കയ്യിൽ ഒരാഴ്ച മുമ്പ് തന്നെ ഈ തോക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിലവിലത്തെ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ വെച്ച് ഈ തോക്ക് ഉപയോഗശൂന്യമാണ്. ഇതിന്റെ ബാരലിനകത്ത് ഒരു പെല്ലറ്റ് കുടുങ്ങിയ സ്ഥിതിയിലാണ് ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബാലസ്റ്റിക് വിഭാഗത്തിന് പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തേക്ക് തോക്ക് അയച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കുട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാം ജുവനൈൽ കേസാണ്. അതുകൊണ്ട് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പോലീസ്
കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തോക്ക് കൈവശം വെച്ച തോക്കുണ്ടായിരുന്ന തോക്കിന്റെ ഉടമയെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ വിദ്യാർത്ഥി, അതായത് തോക്ക് സ്കൂളിന് മുന്നിൽ സഹപാഠിക്ക് നേരെ ചൂണ്ടിയ വിദ്യാർത്ഥിക്ക് ഒരാഴ്ച മുമ്പ് തോക്ക് കയ്യിൽ ഉണ്ടായിരുന്നുവെന്നും അത് ഈ വിദ്യാർത്ഥിയുടെ തന്നെ ഒരു സുഹൃത്തിന്റെ ബന്ധുവിന്റെ കയ്യിൽ നിന്നാണ്, ധനേഷ് എന്ന ബന്ധുവിന്റെ കയ്യിൽ നിന്നാണ് ഇത് കൈപ്പറ്റിയെന്നുള്ള പുതിയ വിവരമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൊച്ചിയിൽ കായലിൽ വീണ് കാണാതായ +2 വിദ്യാർത്ഥിനി ഫിദയ്ക്കായി തെരച്ചിൽ തുടരുന്നു. ഫിദയെ കാണാതായതിന് 200 മീറ്റർ അകലെ മൃതദേഹം കണ്ടെത്തിയെങ്കിലും കരയ്ക്കെത്തിക്കാനായില്ല. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? ഇരുട്ട് പരന്നിരിക്കുന്നു, ഇനി എന്താണ് നീക്കം? രേണുക, തെരച്ചിൽ താൽക്കാലികമായി ഇന്നത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് റെസ്ക്യൂ ടീം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഫിദയെ വീടിന്, അതായത് ഈ വീണ സ്ഥലത്തു നിന്നും, വീടിന് തൊട്ടടുത്തുള്ള സ്ഥലത്താണ് വീണത്. വീണ സ്ഥലത്തു നിന്നും 200 മീറ്റർ അകലെയായിട്ട് മൃതദേഹം കയ്യിൽ കിട്ടി. അതായത് മുടി പറഞ്ഞു പോയത് കൊണ്ടാണ് വഴുതിപ്പോയി മൃതദേഹം കയ്യിൽ നിന്നാണ് തെരച്ചിൽ സംഘം നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും കിട്ടിയിരുന്നു എന്നൊരു ഇൻഫർമേഷൻ അവർ തന്നെ നമുക്ക് തന്നിരുന്നു. പക്ഷേ കിട്ടിയിരുന്നെങ്കിൽ പോലും മൃതദേഹം കരക്കടുപ്പിക്കാനോ അല്ലെങ്കിൽ കൃത്യമായി കൈകളിൽ എത്തിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ആ ഭാഗത്ത് തന്നെയായിട്ടാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ ആയാലും അവിടെ തന്നെ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേറെ സാഹചര്യമുള്ളത് ശക്തമായ അടിയൊഴുക്കുള്ള ഒരു ഭാഗമാണ്. ശക്തമായ അടിയൊഴുക്കുള്ള കായലായതുകൊണ്ട് തിരിച്ച് 2 ഡയറക്ഷനിലേക്കും ഒഴുക്ക് ഉണ്ടാകും. അതിന് പ്രത്യേക സമയമുണ്ട്. ആ സമയം ഈ നാട്ടുകാർക്ക് അറിയുകയും ചെയ്യാം. 6 മണിക്ക് ശേഷം ഒരു വശത്തേക്കും രാത്രി 12 മണിക്ക് ശേഷം തിരിച്ചുമാണ്. അതിനനുസരിച്ച് വല വീശി കണ്ടുപിടിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ്. എന്തായാലും ഇന്ന് രാവിലെയാണ് വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് കായലിലേക്ക് ഇറങ്ങിയ ഫിദ ചളിയിൽ കൊണ്ടുപോവുകയും അത് കാല് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ വെള്ളത്തിലേക്ക് കമിഴ്ന്ന് വീഴ്ന്നു പോവുകയും ഒഴുക്കിൽപ്പെട്ടു പോവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ശക്തമായ അടിയൊഴുക്കുണ്ടായിരുന്ന ഒരു ഇടം തന്നെയാണ്. ശക്തമായ അടിയൊഴുക്കുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നാട്ടുകാരെല്ലാവരും വ്യക്തമാക്കുന്നത്. എന്തായാലും ഇവര് നിലമ്പൂരിൽ നിന്നും കഴിഞ്ഞ 3 മാസമായിട്ടാണ്, അതായത് ഈ പുഴയുടെയോ കായലിന്റെയോ ഒരു സ്വഭാവം അറിയുന്ന ആളുകളല്ല. എങ്ങനെ സമീപത്തുള്ള ആളുകൾക്കൊക്കെ ഒരു പക്ഷെ അത് അറിയാം, അത്തരം ശീലങ്ങൾ ഉണ്ടാകും. അല്ലെ പുഴയുമായി അല്ലെങ്കിൽ കായൽ തീർത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ അതുമായി പഴകി എങ്ങനെ ജീവിക്കണമെന്ന് ഒരു സാഹചര്യം പഴകി ഒരു ശീലം ഉണ്ടാകും. ആ ശീലം ആയിട്ടുള്ള ഒരാളല്ല ഈ ഫിദ അല്ലെങ്കിൽ ഫിദയുടെ ഫാമിലി. ഒരു 3 മാസമേ ആയിട്ടുള്ളൂ അവർ ഇങ്ങോട്ടേക്ക് നിലമ്പൂരിൽ നിന്നും കൊച്ചിയിലേക്ക് വന്നിട്ട് ഈ പറയുന്ന സ്ഥലത്ത് താമസമാക്കിയിട്ട്. എന്തായാലും ഇനി തിരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് മുന്നിലുള്ളത്. 3 ദിവസം വരെ കാത്തിരിക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും റാപ്പിഡ് റെസ്ക്യൂ ടീമും അതുപോലെ NDRF-ഉം ഫയർഫോഴ്സും നാട്ടുകാരുടെയും സംഘം തന്നെ ഈ തിരച്ചിൽ സജീവ സാന്നിധ്യമായി ഉണ്ട് എന്നുള്ള കാര്യമാണ്. നിരവധി ആളുകളാണ്, എനിക്ക് തോന്നുന്നത് ഒരു 50-ലധികം പേരാണ് ഇപ്പോൾ, സ്കൂബ ടീം ഉൾപ്പെടെ 50-ലധികം പേരാണ് തെരച്ചിൽ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. അവർ തിരച്ചിൽ പങ്കാളികളാകുന്നത്. എന്തായാലും നാളെ തിരച്ചിൽ വീണ്ടും തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കായംകുളം MSM കോളേജ് വനിതാ ഹോസ്റ്റലിൽ രാത്രി നേരങ്ങളിൽ ഭീതി പടർത്തിയ ആൾ പിടിയിൽ. 17 വയസ്സുകാരനാണ് പിടിയിലായത്. വിദ്യാർത്ഥിനികൾ ഇയാളെ തിരിച്ചറിഞ്ഞു. 3 തവണ ഹോസ്റ്റലിൽ എത്തിയതായി ഇയാൾ പോലീസിന് മൊഴി നൽകി. ബംഗളൂരുവിൽ ഒളിവിലായിരുന്ന 17-കാരൻ കൊല്ലത്തെത്തിയപ്പോഴാണ് പോലീസ് പിടിച്ചത്. സംഘത്തിൽ കൂടുതൽ പേർ ഉണ്ടെന്നാണ് വിദ്യാർത്ഥിനികൾ പറയുന്നത്. കായംകുളം MSM കോളേജിൽ വിദ്യാർത്ഥിനികളെ ഭയപ്പാടിലാക്കിയ ഹോസ്റ്റലിലെത്തിയ അപരിചിതനാണ് ഇന്നലെ രാത്രിയോടെ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഒരാഴ്ചയായി ഇയാൾക്കായി പോലീസ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൌമാരക്കാരനായ 17-കാരനാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. 3 തവണ ഇയാൾ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സംഭവങ്ങൾ വിവാദമായതോടുകൂടി അന്വേഷണം ആരംഭിച്ചതോടുകൂടി ഇയാൾ ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു. ബംഗളൂരുവിൽ നിന്നും പിന്നീട് കൊല്ലത്തെത്തിയ ശേഷമാണ് പോലീസ് ഇന്നലെ രാത്രിയോടുകൂടി ഇയാളെ പിടികൂടിയിട്ടുള്ളത്. കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ കൌമാരക്കാരനെ ചോദ്യം ചെയ്തു വരികയാണ്. ഒപ്പം തന്നെ ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾ ഇയാളെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് ഹോസ്റ്റലിൽ അപരിചിതന്റെ സാന്നിധ്യം വിദ്യാർത്ഥിനികൾ തിരിച്ചറിയുന്നത്. ഹോസ്റ്റലിലെ ശുചിമുറിയിലടക്കം ഇയാൾ എത്തിയിരുന്നു. പിന്നീട് കുട്ടികൾ താമസിക്കുന്ന മുറിയിലും എത്തി. തുടർന്ന് വലിയ പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ന്യൂസ് 18 ഈ സംഭവം പുറത്തു കൊണ്ടുവരികയും ചെയ്തു. ഈ ഹോസ്റ്റലിൽ എത്തിയ വ്യക്തിയുടെ CCTV ദൃശ്യങ്ങൾ അടക്കം ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഈ CCTV ദൃശ്യങ്ങളുള്ള വ്യക്തിയാണ് ഇപ്പോൾ
പിടിയിലായിട്ടുള്ള കൗമാരക്കാരൻ. പക്ഷേ കുട്ടികൾ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം ഇയാൾ മാത്രമല്ല കോളേജ് ഹോസ്റ്റലിൽ എത്തിയിട്ടുള്ളത്, മറിച്ച് ഇയാൾക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വാദവും കുട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഹോസ്റ്റലിൽ എത്തിയത് കൗമാരക്കാരനാണ് എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞെങ്കിലും കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയോടെ എത്തിയ ആൾ മറ്റൊരാളാണ്, അതൊരു മുതിർന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട്. ആദ്യഘട്ടത്തിലെത്തിയ കൗമാരക്കാരനെ കുട്ടികൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ കോളേജിലെ അധ്യാപക സംഘടന അടക്കം വലിയ പ്രതിഷേധത്തിലാണ് മുന്നോട്ട് പോകുന്നത്. സുരക്ഷിതമായ സാഹചര്യം വിദ്യാർത്ഥിനികൾക്ക് ഉണ്ടാവണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഹോസ്റ്റലിലെ ലൈസൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അത് പൂർത്തീകരിക്കണമെന്നുള്ള ആവശ്യവും വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ ഒരു സാഹചര്യം ഉറപ്പുവരുത്തണമെന്നും കോളേജിലെ അധ്യാപകർ തന്നെ സർവകലാശാലയ്ക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിക്കൊണ്ട് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. എന്തായാലും വലിയ ആശങ്കയ്ക്ക് ഒരു ചെറിയ പരിധിവരെയെങ്കിലും വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹോസ്റ്റലിൽ തുടർച്ചയായി എത്തിയ കൗമാരക്കാരനെ പോലീസ് പിടിച്ചിട്ടുള്ളത്. മറിച്ച് ഇയാൾ മാത്രമല്ല കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ളത് വിദ്യാർത്ഥിനികൾ ആവർത്തിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ ആ ആശങ്കയുടെ സാഹചര്യം കൂടി പരിഹരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഒളിവിലായിരുന്ന ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കം നശിപ്പിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം ഇനിയും നടത്തേണ്ടതായുണ്ട്. എന്തായാലും ഈ സംഭവങ്ങളിൽ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വഖഫ് ഭേദഗതിയിൽ ബിജെപിക്കെതിരെ വിമർശനവുമായി രമേശ് ചെന്നിത്തല. നടപടി ജനാധിപത്യ വിരുദ്ധമാണ്. നിയമത്തിൽ വെള്ളം ചേർക്കാനാണ് ബിജെപിയുടെ നീക്കമെന്നും വഖഫ് ഭൂമി പലർക്കും വീതം വെച്ച് നൽകാനുള്ള ഗൂഢമായ ഉദ്ദേശം പോലും അതിലുണ്ടെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. നിയമത്തിൽ മാറ്റം വരുത്തുമ്പോൾ എല്ലാ പാർട്ടികളുമായും ന്യൂനപക്ഷ സംഘടനകളുമായും സംസാരിക്കേണ്ടതായിരുന്നു. അതുണ്ടായില്ല. സംയുക്ത പാർലമെന്ററി സമിതിയിൽ പ്രതിപക്ഷം ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഡ്രൈ ഡേയിൽ ഉപാധികളോടെ മാറ്റമെന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഇതുവരെ കടന്നിട്ടില്ല എന്ന് മന്ത്രി എം.പി. രാജേഷ്. പലതരം നിർദ്ദേശങ്ങൾ ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ മദ്യനയത്തിന്റെ അന്തിമ രൂപം ചർച്ചയിലാണെന്നും ഇപ്പോഴുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി ന്യൂസ് 18നോട് പ്രതികരിച്ചു. മദ്യനയവുമായി ബന്ധപ്പെട്ട് ഡ്രൈ ഡേ ഉപാധികളോടെ മാറ്റം കൊണ്ടുവരും, അങ്ങനെ ഒരു ശുപാർശ മദ്യനയത്തിന്റെ കരടിലുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ മദ്യനയം പ്രഖ്യാപിക്കാനുള്ള പത്രസമ്മേളനം നടക്കുന്നതിൻ്റെ രാവിലെ വരെ ഇത്തരത്തിലുള്ള വാർത്തകൾ ബ്രേക്കിംഗ് ന്യൂസായിട്ട് വന്നുകൊണ്ടിരുന്നു. എന്നുവെച്ചാൽ ഡ്രൈ ഡേ എടുത്തു കളയാൻ പോകുന്നു എന്നതാണ്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ധാരാളം സ്പെക്കുലേഷന് സ്കോപ്പുള്ള ഒന്നാണ് ഈ മദ്യനയം എന്നത്. വലിയ താല്പര്യവും പലർക്കും ഉള്ള കാര്യമാണ്. അപ്പോൾ ആ സ്പെക്കുലേഷൻ നടക്കട്ടെ എന്നുള്ളത് എനിക്കതിനെപ്പറ്റി പറയാനുള്ളൂ. ഇപ്പോൾ സർക്കാർ മദ്യനയം സംബന്ധിച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ചർച്ച ഏറെക്കുറെ പൂർത്തിയാക്കി. ആ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ആ ചർച്ചയിൽ ഇങ്ങനെ പല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ വന്ന പല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രസക്തമായിട്ടുള്ളതുമാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നയം സർക്കാർ ഇതുവരെ ആവിഷ്കരിച്ചു കഴിഞ്ഞിട്ടില്ല. കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ വെയിറ്റ് ചെയ്യുന്നിടത്തോളം സ്പെക്കുലേഷൻ കൂടുമെന്നുള്ളത് ശരിയാണ്. അതിപ്പോൾ ഞാൻ വിചാരിച്ചാൽ തടയാൻ പറ്റുന്ന ഒന്നല്ല. തൃശൂരിൽ വീണ്ടും ഗുണ്ട ആക്രമണം. ആവേശം മോഡൽ റീൽസ് ചെയ്ത കുറൂറ്റ് അനൂപിന്റെ കൂട്ടാളിക്ക് കുത്തേറ്റു. ആക്രു എന്ന് വിളിക്കുന്ന വിപിനാണ് കുത്തേറ്റത്. 13 വർഷം മുമ്പ് നടന്ന ഗജുവിന്റെ കൊലപാതക കേസിലെ 1ാം പ്രതിയാണ് വിപിൻ. ഗജുവിന്റെ കൂട്ടുകാരൻ ദീപക്കാണ് കുത്തിയത്. 5 ദിവസം മുമ്പാണ് സംഭവം നടന്നത്. ദീപക് 1ാം പ്രതിയെന്നും കുട്ടൂർ ശരത്തും കുട്ടൂർ ഡെൽവിനും കൂട്ടുപ്രതികളെന്നും പോലീസ് പറയുന്നു. പ്രതികൾ മോഷണ കേസുകളിലേക്കും ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയ കേസുകളിലെയും പ്രതികളാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ കൊലപാതകത്തിൽ സഹതടവുകാരൻ അറസ്റ്റിൽ. പാലക്കാട് സ്വദേശി വേലായുധനാണ് അറസ്റ്റിലായത്. കണ്ണൂർ സ്വദേശി കരുണാകരനാണ് മരിച്ചത്. ഇരുവരും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഊന്നുവടി കൊണ്ട് വേലായുധൻ കരുണാകരനെ അടിക്കുകയായിരുന്നു. CI വാങ്ങിയ ചിക്കൻ ബിരിയാണിയിൽ പഴുതാര. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടൽ അടപ്പിച്ചു. പത്തനംതിട്ട തിരുവല്ല പുളിക്കീഴ് സ്റ്റേഷനിലെ CI അജിത് കുമാർ പകുതിയോളം ബിരിയാണി കഴിച്ച ശേഷമാണ് പഴുതാരയെ കണ്ടത്. തിരുവല്ല കടപ്ര ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന കന്നിമറ ഹോട്ടലാണ് ഇന്ന് ഉച്ചയോടെ അടച്ചുപൂട്ടിയത്.
കാസർഗോഡ് പന്നിക്ക് വെച്ച കെണിയിൽ പുലി കുടുങ്ങി. ആദൂർ മല്ലംപാറയിലാണ് സംഭവം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജില്ലയിൽ മയക്കുവെടി വെക്കാൻ വിദഗ്ധരില്ലാത്തതിനാൽ വയനാട്ടിൽ നിന്നും വൈൽഡ് ലൈഫ് ഉദ്യോഗസ്ഥരെത്തി മയക്കുവെടി വെക്കും. ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് പുലിശല്യമുണ്ടെന്നും കാനത്തൂരിൽ വളർത്തുപട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോയതായും നാട്ടുകാർ പറയുന്നു. ഇതേ പുലി തന്നെയാണോ മല്ലംപാറയിലെത്തിയതെന്ന് വ്യക്തമല്ല. പുലി അവശനിലയിലാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഒരിടവേള കൂടി. കവളപ്പാറയുടെ ബാക്കി. കവളപ്പാറ ദുരന്തം നടന്ന് 5 വർഷമാകുമ്പോഴും പരിഹാരം കണ്ടെത്താത്ത പ്രശ്നങ്ങൾ ഇനിയുമുണ്ട്. അപകടം നടന്ന ഇടവും ഈ ഭൂമിക്കടുത്തുള്ള പ്രദേശങ്ങളും ഇപ്പോഴും ഒന്നും ചെയ്യാനാകാതെ കിടക്കുകയാണ്. ദുരന്തത്തിന് മുൻപ് റബ്ബറും കൃഷിവിളകളുമെല്ലാം മികച്ച വരുമാനം ഇവർക്ക് ഉറപ്പാക്കിയിരുന്നു. ഇന്നിപ്പോൾ ഇവർക്കിത് ശാപഭൂമി പോലെയാണ്. സർക്കാർ പ്രദേശം കൃഷിയോഗ്യമാക്കി തരികയോ ഏറ്റെടുക്കുകയോ വേണമെന്ന ആവശ്യമാണ് സ്ഥലമുടമകൾക്കുള്ളത്. പലതവണ അപേക്ഷ നൽകിയിട്ടും സർക്കാർ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ഇവർ പരാതിപ്പെടുന്നു. ഞാൻ നിൽക്കുന്നത് കവളപ്പാറ ഭൂദാനത്താണ്. എനിക്ക് പിന്നിലാണ് ഈ അന്ന് 2019 ഇടിഞ്ഞിറങ്ങിയ മുത്തപ്പൻ കുന്ന്. ഇന്നിപ്പോൾ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഇവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. ചെറിയ ചെറിയ മൺകൂനകൾ ഒരു കുന്നുകളെ പോലെ തോന്നുന്ന തരത്തിലേക്ക് ഈ ഒരു മേഖല ഒന്നാകെ മാറി. വന്യജീവികളുടെ ശല്യം ഇവിടെ രൂക്ഷമായിട്ടാണ്. ആനകൾ സ്ഥിരമായിട്ട് ഇറങ്ങുന്നൊരവസ്ഥ. ഈ ഒരു മണ്ണ് ആ ദുരന്തത്തിന് ശേഷം രക്ഷാപ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കൂനയായി കൂട്ടിയിട്ടതാണ്. അതിനുശേഷം ഒന്നും തന്നെ ഇവിടുത്തുകാർക്ക് ഇവിടെ ചെയ്യാനും ആകുന്നില്ല, ഈ മണ്ണ് ഉപയോഗിക്കാനും ആകുന്നില്ല. നമ്മുടെ ഇപ്പോൾ ചേരുന്നത് ബാലകൃഷ്ണേട്ടനാണ്. ബാലകൃഷ്ണേട്ടൻ്റെ ഭൂമിയുടെ ഒരു ഭാഗത്തിലൂടെയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം ഈ ഒരു ഭൂമി ഉപയോഗിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രതിസന്ധിയിലാണുള്ളത് അല്ലേ? അതെ, ഞാൻ 2023 മെയ് മാസം 20-ാം തീയതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തിരുവനന്തപുരത്ത് പോയി ഈ ഭൂമി കൃഷിയോഗ്യമാക്കി തരികയോ അല്ലെങ്കിൽ ഭൂമി സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് കർഷകരെ പരിഗണിക്കുകയോ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിന് ഞങ്ങൾക്ക് വെക്കാനുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. നമ്മുടെ പോത്തുകല്ലിൽ കൂടി പോകുന്ന മലയോര പാത വയനാട്ടിലേക്ക് എത്തും. ആ വയനാട്ടിലേക്കുള്ള മലയോര പാത ശരിയാവണമെങ്കിൽ വയനാട്ടിലേക്ക് എത്തണമെങ്കിൽ 30 കിലോമീറ്ററോളം ദൂരം അത്രയും സ്ഥലത്ത് കാട് വെട്ടണം. അപ്പൊ കാട് വെട്ടുന്നതിന് ഫോറസ്റ്റിന് ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഫോറസ്റ്റിന് വനം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് കൊടുക്കാം എന്നൊരു നിർദ്ദേശം ഞങ്ങൾ വെച്ചിരുന്നു. പകരം ഭൂമിയായിട്ട് അത് വെക്കാം എന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. അത് പ്രായോഗികമാണ് എന്ന് മുഖ്യമന്ത്രിയുടെ PA സമ്മതിക്കുകയും ചെയ്തിരുന്നു. അത് ഇപ്പോൾ കൊടുത്തത് ഫെബ്രുവരി മാസം 23-ാം തീയതി ഞങ്ങൾ വീണ്ടും അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ദുരന്ത നിവാരണ സമിതിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ അടുത്തും ശേഖർ കുര്യാക്കോസ് സാറിന്റെ അടുത്തും പോയിരുന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ശരിയാക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ ഞാൻ മലപ്പുറത്തെ ദുരന്ത നിവാരണ സമിതിയുടെ ഓഫീസിൽ ചെന്ന് ഇതിന്റെ എന്തെല്ലാം ആയിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒന്നും അന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും നടന്നിട്ടില്ല. സർക്കാർ തീരുമാനം എടുത്ത് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ചേട്ടന്റെ എത്ര ഏക്കർ ഭൂമിയാണ് ഈ ഒരു മണ്ണിടിച്ചിൽ നഷ്ടമായത്? 1 ഏക്കർ 20 സെന്റ് ഭൂമി ഉണ്ടായിരുന്നു. അതിൽ 60 സെന്റ് പോയി. 116 റബ്ബർ മരം നിൽക്കുന്നുണ്ട്. 116 റബ്ബർ മരം പോയി. കറക്റ്റും അത്രയാണ്. 9 വർഷമായ റബ്ബറായിരുന്നു. നഷ്ടപരിഹാരം 30,000 വെട്ടി മാറ്റി ഒഴിവാക്കുന്നതിന് മാത്രം 30,000 രൂപയാണ് അന്ന് തന്നിട്ടുള്ളത്. വേറെ ഒന്നും തന്നിട്ടില്ല. ഭൂമിക്കൊന്നും കിട്ടിയിട്ടില്ല. ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനും ആവശ്യമായ പരിഗണന സർക്കാർ കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരെ അതിന് സമ്മതിക്കുന്നില്ല എന്ന ഒരു സ്വന്തം നിലയിൽ ചെയ്യാൻ അതിലേക്ക് യന്ത്രങ്ങൾ കയറ്റാൻ പാടില്ല എന്നാണ് അന്ന് ദുരന്ത നിവാരണ സമിതിയുടെ അധ്യക്ഷൻ പറഞ്ഞു. യന്ത്രങ്ങൾ കയറ്റാൻ അനുമതി വേണം. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. യന്ത്രമില്ലാതെ ഇത്രയും മണ്ണ് മാറ്റി നമുക്ക് കൃഷിയോഗ്യമാക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. കൂന കൂടി കിടക്കുന്നത് കാരണം. മണ്ണിടിച്ചിലിന്റെ ഭീഷണി ഉണ്ടോ? മണ്ണിടിച്ചിലിന്റെ ഭീഷണി ഈ ഭാഗത്തില്ല. ഇനി ഇടിയാൻ പോകുന്നത് തുടിമുട്ടി ഭാഗത്ത്, ഈ മലേന്റെ കിഴക്ക് ഭാഗത്ത്. കഴിഞ്ഞ വർഷം അവിടെ നിന്നുള്ള ആളുകളേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. അപ്പൊ വീണ്ടും അവിടെ വിള്ളലിന്റെ അതിന്റെ അടിയിൽ കൂടെ ഇതുപോലെ ചോല വന്നിട്ട് മണ്ണൊക്കെ ഒലിച്ചു പോവുകയാണ്. അപ്പൊ ഭൂമി താഴ്ന്ന് വിള്ളലുള്ള സാധ്യത ഉണ്ട്, ആശങ്ക ഉണ്ട്. എല്ലാ വർഷവും അവിടുന്ന് ഇങ്ങനെ ആളുകളെ മാറ്റുന്നുണ്ട്. 5 വർഷത്തിനിപ്പുറം ഇവിടെ നിൽക്കുമ്പോൾ ചേട്ടൻ എന്താ തോന്നുന്നത്? ഇവിടെ ആനകളൊക്കെ വരുന്ന ഒരു അവസ്ഥയ്ക്ക് സാധ്യത? 40 വർഷം മുമ്പ് ഇവിടെ കുടിയേറിയ ആൾക്കാരെ ഞങ്ങൾ കൊടശ്ശേരിയിൽ നിന്ന്. അന്നൊന്നും ആനയില്ലായിരുന്നു. ഞങ്ങൾ വനാതിർത്തിയിൽ നെല്ലുണ്ടാക്കിയിരുന്നു, കപ്പ ഉണ്ടാക്കിയിരുന്നു. അന്നൊന്നും ആന വന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ വനാതിർത്തിയും വിട്ട് ഏകദേശം 3/4 കിലോമീറ്ററിലധികം അപ്പുറത്ത് ഞങ്ങളുടെ ഈ പറമ്പിൽ ഇപ്പൊ ആന വരുന്നു. എല്ലാ ദിവസവും വരികയാണ്.
അപ്പോൾ അന്ന് ദുരന്ത നിവാരണ സമിതിയിലെ അധ്യക്ഷൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഓറഞ്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ഞാൻ ആ സാറിനോട് ഒന്ന് പറഞ്ഞു, പകലി കാണുന്ന പോലെയല്ല സാറേ, സന്ധ്യ കഴിഞ്ഞാൽ അപ്പം ആന വരും ഇവിടെ എന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ വന്നാൽ സാറിന് വീണ്ടും കാണാൻ കഴിയും. മലയേട്ടൻ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾക്കാരും പരിചയക്കാരും ഒക്കെ ആയിരുന്നു ഇവിടെയൊക്കെ താമസിച്ചിരുന്നത്. അതെ, ഈ ഇവിടെയൊക്കെ വീടുകളൊക്കെ ആയിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ എത്രമാത്രം വിഷമമുണ്ട് ഈ ഓർമ്മകളൊക്കെ? വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു ഇവിടെ. ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി അംഗം ശ്രീധരന്റെ വീടായിരുന്നു. ഇപ്പം നമ്മൾ ഈ തൊട്ട് നിൽക്കുന്നതിന്റെ 10 അടി അപ്പുറത്ത്. എല്ലാ ആളുകളും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ആളുകളും പ്രിയപ്പെട്ട ആളുകളായിരുന്നു. നിർധനരായിരുന്നു, ആദിവാസികളായിരുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് എവിടെയും പോയി ജീവിക്കാനുള്ള കഴിവില്ലായിരുന്നു. ഇപ്പൊ സർക്കാരും മറ്റ് സന്നദ്ധ സംഘടനകളും വ്യവസായികളും ഒക്കെ കൊടുത്തതുകൊണ്ട് മാത്രം കവളപ്പാറയുള്ള കുറച്ച് ആൾക്കാർക്ക് വീട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള തൊഴിലില്ല. ഇവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ കൃഷി ചെയ്യാൻ കഴിയില്ലാച്ചാൽ മറ്റു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയില്ല. ടൗണ് പോലെയല്ല, ഒരു തൊഴിൽ കിട്ടാൻ മറ്റൊരു തൊഴിൽ കിട്ടാൻ ഒരു സാധ്യതയും നമ്മളുടെ ഈ പ്രദേശത്തില്ല. പുനരധിവാസം മാത്രമാണ് നടപ്പായിട്ടുള്ളത്. പുനരധിവാസം മാത്രമേ നടപ്പായിട്ടുള്ളൂ. ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ഈ ഒരു ഭൂമി പഴയ പോലെ കൃഷി ചെയ്യാൻ കഴിയുന്ന രീതിയിൽ മാറ്റി തരണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലൊരു അഭ്യർത്ഥന. അതെ, 100ഓളം കർഷകരുണ്ട്, 100-ലധികം കർഷകരുണ്ട്. മാറ്റി താമസിപ്പിച്ച വീട് പോയ 5 സെന്റും 10 സെന്റും ഉള്ള ആളുകളും വീടില്ലാത്ത ആളുകളെയും മാത്രമാണ്. കൃഷിക്കാരെ ഇതുവരെ പരിഗണിച്ചിട്ടില്ല 6 വർഷമായിട്ടും. അതുകൊണ്ട് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി വാർത്താമാധ്യമങ്ങളും സർക്കാരും മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാവരും കൂടി സഹായിച്ചിട്ട് ഞങ്ങളെ സഹായിക്കണം. അത് ഞങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ കൃഷി ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ. ഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ കൃഷിക്കാർക്ക് കൃഷി ചെയ്യാം, തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടും, അതിൽ നിന്ന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. അങ്ങനെ 3 രംഗത്തേക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. കവളപ്പാറയിലെ മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടാക്കിയതിന്റെ ആ ഒരു പ്രത്യാഘാതം അത് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഇവരുടെയൊക്കെ ജീവിതത്തിൽ ആ ദുരന്തത്തിന്റെ തിക്തഫലങ്ങൾ മാറിയിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രദേശമെല്ലാം ഇങ്ങനെ കിടക്കുന്നതും ഇവിടെ കൃഷി ചെയ്യാനോ ഒന്നിനും കഴിയാത്ത രീതിയിലുള്ള സാഹചര്യം നിലനിൽക്കുന്നു. കാരണം കാലങ്ങളായിട്ട് സർക്കാരിന് മുമ്പിൽ ഇവർ അഭ്യർത്ഥനകളുമായിട്ടും അപേക്ഷകളുമായിട്ടൊക്കെ കാത്തു നിൽക്കുകയാണ്. സർക്കാരിൻ്റെ ഒരു അനുകൂല സമീപനം ഉണ്ടാകണം എന്ന അപേക്ഷയാണ് ഇവർക്കെല്ലാം മുൻപിൽ വെക്കാനുള്ളത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൊച്ചിയിൽ കായലിൽ വീണ് കാണാതായ പെൺകുട്ടി ഫിദയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെടുത്തിരിക്കുകയാണ്. മത്സ്യബന്ധന തൊഴിലാളികളാണ് കായലിന്റെ മധ്യഭാഗത്ത് നിന്നും ഈ മൃതദേഹം കണ്ടെടുത്തത് എന്നതാണ് വിവരം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഇന്നത്തെ തെരച്ചിൽ ഇരുട്ടായതോടുകൂടി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മത്സ്യത്തൊഴിലാളികൾക്ക് മൃതദേഹം കിട്ടി എന്ന വിവരം വരുന്നത്. കരയിലേക്ക് എത്തിച്ചോ? എന്താണ് നമുക്കറിയാൻ കഴിഞ്ഞത്? രേണുക, ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്കാണ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ തിരച്ചിൽ നിർത്തിവെച്ചിരുന്നു. റെസ്ക്യൂ ടീമുകളുടെ തിരച്ചിൽ നിർത്തിവെച്ചിരുന്നു, ഇന്നത്തേക്ക് നിർത്തിവെച്ചിരുന്നു. നാളെ തുടരാനായിരുന്നു തീരുമാനം. പക്ഷേ അതിനുശേഷം മത്സ്യത്തൊഴിലാളികളുടെ വലയിലാണ് ഈ കുട്ടിയുടെ മൃതദേഹം കുടുങ്ങിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മൃതദേഹം കരയ്ക്കെത്തിച്ചിട്ടുണ്ട്. തുടർ നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടായത്. ഈ കായലിൽ മാലിന്യം കളയാനെത്തിയ ഫിദ പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. അത് കാല് ചളിക്കുള്ളിൽ കൊണ്ടുപോയതിനെ തുടർന്ന് അത് വലിച്ചെടുക്കുന്നതിനിടയിലുണ്ടായ അപകടമാണ്. അത് വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. തുടർന്നുണ്ടായ ഒഴുക്കിൽപ്പെട്ട് ഫിദ പോവുകയായിരുന്നു. അന്നേരം മുതൽ, അല്ലെങ്കിൽ ഏതാണ്ട് ഇന്ന് രാവിലെ 6 മണി മുതൽ ഈ പറയുന്ന സമയം ഒരു 12 മണിക്കൂറിന് മേലെയാകുന്നു ഈ പറയുന്ന അപകടം സംഭവിച്ചിട്ട്. ആ നേരം മുതൽ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ തെരച്ചിലിനിറങ്ങുന്നു. തുടർന്ന് ഫയർഫോഴ്സും NDRF-ഉം അതുപോലെ റാപ്പിഡ് റെസ്ക്യൂ ടീമും ഒക്കെ എത്തി തിരച്ചിൽ നടത്തുന്നു. സ്കൂബ ടീം തിരച്ചിൽ നടത്തുന്നു. അല്പം മുൻപ് മൃതദേഹം കിട്ടി എന്നൊരു ഇൻഫർമേഷൻ കൂടി അവർ നമുക്ക് അറിയിച്ചത്. എന്തായാലും ആ ഭാഗത്തു നിന്ന് തന്നെയാണ് മൃതദേഹം കിട്ടിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപകടമുണ്ടായ ഒരു 200 മീറ്റർ അകലെ തന്നെയാണ് ഈ മൃതദേഹം കണ്ടെത്താൻ ആയത്. മത്സ്യത്തൊഴിലാളികൾ നടത്തിയ തിരച്ചിലിൽ ആണ് മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും തുടർ നടപടികൾക്ക് ശേഷം ആയിരിക്കും ബന്ധുക്കൾക്ക് ഫിദയുടെ മൃതശരീരം വിട്ടുകൊടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 3 മാസമായിട്ടാണ് ഈ പ്രദേശത്ത് ഫിദയും കുടുംബവും താമസമാക്കിയിട്ടുള്ളത്. നിലമ്പൂർ സ്വദേശിനിയാണ്, മലപ്പുറം നിലമ്പൂർ സ്വദേശിനിയാണ് ഫിദ. അതുപോലെ +1 വിദ്യാർത്ഥിനിയാണ്. ഈ കായലും പുഴയും തമ്മിലുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരത്ത് താമസിച്ചിരുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു പഴക്കം ഉണ്ടാകാത്ത ഒരു അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ അതായിരിക്കാം ഇങ്ങനെ സംഭവിച്ചതെന്നാണ് അയൽവാസികളായാലും നാട്ടുകാരായാലും ഈ അപകടത്തെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം അവർ പലരും ഇറങ്ങി കുളിക്കുന്ന കായലൊക്കെ തന്നെയാണ്. ദുഃഖകരമായ വാർത്തയാണ്. പെൺകുട്ടി രാവിലെ ആണ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ മൃതദേഹം ലഭിച്ചിരിക്കുന്നു.